ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിയാലോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി 250 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത ശേഷമാണ് 250 ഗ്രാം ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ പുരട്ടി വയ്ക്കാം. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് മസാല പുരട്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 250 ml കപ്പിന് 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ വീണ്ടും കഴുകുമ്പോൾ അരിയൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇത് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ സവാള എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റണം. ഈ സവാള വറുത്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. 12 കാഷ്യൂ നട്ട്സാണ് ഞാനിപ്പോൾ ചേർത്തത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ കടായിലേക്ക് തന്നെയാണ് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. സാധാരണ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാകും പിന്നെ കഴുകാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവൂ പിന്നീട് കഴുകാനായിട്ട്. അപ്പോൾ മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീനെല്ലാം ഞാനിപ്പോൾ ഈ കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാടങ്ങ് മൊരിച്ച് കളയരുത്. സാധാരണ നമ്മൾ ചെമ്മീൻ വറുക്കുന്നത് പോലെ അത്രയും മൊരിയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ കടായിൽ തന്നെയാണ് ചെമ്മീൻ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കടായിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ 1.5 സവാളയാണ് ഇപ്പോൾ ചേർത്തത്. ഈ ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് 2 വലിയ സവാളയാണ് ഞാൻ എടുത്തത്. അതിൽ പകുതി സവാള ആദ്യം തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള 1.5 സവാളയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതാണ് ചേർക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും 4 പച്ചമുളകുമാണ് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുത്തത്.
പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഞാനിപ്പോൾ 4 പച്ചമുളകാണ് ഇതിൽ ചേർത്തത്. അപ്പോൾ ഒരു മീഡിയം സ്പൈസിലുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അതിനൊരു 3 മിനിറ്റെങ്കിലും എടുക്കും. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇവിടെ പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. തൈരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ചെമ്മീൻ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. തീ ഏറ്റവും കുറച്ചിട്ട് വേണം ഇതൊന്ന് അടച്ചു വയ്ക്കാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ചോറൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ കൂടെ 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു ബേ ലീഫും 1 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, 1 തക്കോലം, ജാതിപത്രിയുടെ പകുതി ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ബാസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അരി ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ബാസ്മതി റൈസിന് 3 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ചോറ് വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. കുറച്ചുകൂടി ഇതൊന്ന് വെന്ത് വരാനുണ്ട്. വെള്ളം അല്പം കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ബിരിയാണി ദം ചെയ്തെടുക്കാനായിട്ട് ഇതേ കടായി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ചെമ്മീൻ മസാല വെച്ച് കൊടുക്കാം. പകുതി ചെമ്മീൻ മസാലയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ചോറ് നമുക്ക് ഒരു ലെയർ നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചെമ്മീൻ മസാലയെല്ലാം വെച്ച് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലായിട്ട് മല്ലിയിലയും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോ ലെയറിലും 1/2 ടീസ്പൂൺ വീതം നെയ്യ് ചേർക്കാവുന്നതാണ്. ഞങ്ങൾക്കിവിടെ നെയ്യ് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലെയറിലൊന്നും നെയ്യ് ഞാൻ ചേർക്കാതിരുന്നത്. ഇനി അവസാനത്തെ ലെയറായ ചോറും കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിനു മുമ്പ് ചിക്കൻ ബിരിയാണിയുടെയും മുട്ട ബിരിയാണിയുടെയും പ്ലെയിൻ ബിരിയാണിയുടെയും ഒക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുതേ. ഒരു ദോശക്കല്ല് ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ബിരിയാണിയുടെ കടായി വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വയ്ക്കണം. അതിനുശേഷം 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിൽ ഇതൊന്ന് ദം ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.